എന്തിനാണ് ആളുകൾ ഇൻവെസ്റ്റിംഗ് ഒരു നെസസറി ആണ് എന്ന് പറയുന്നത്? ഇതിന് രണ്ട് മേജർ ആസ്പെക്ട്സ് ആണുള്ളത്. ദാറ്റ് ഈസ് ടു ബീറ്റ് ഇൻഫ്ലേഷൻ ആൻഡ് ടു ഗ്രോ യുവർ മണി. അപ്പോൾ ഒരു സംശയമാണ്, എന്താ ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഒരു റുബിക്സ് ക്യൂബ് നിങ്ങളൊരു 4 വർഷം മുമ്പ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതിനൊരു 40-50 റുപ്പീസ് ആയിരിക്കും. ഇന്ന് ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 രൂപ കൊടുക്കണം. നിങ്ങൾ 40 രൂപ നിങ്ങളൊരു 4 വർഷം മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. സോ 40 രൂപ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 5 വർഷം ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഈ റുബിക്സ് ക്യൂബിന് 100 രൂപയായി. നിങ്ങളുടെ അടുത്തുള്ള 40 രൂപ കൊണ്ട് നിങ്ങൾക്ക് അന്ന് റുബിക്സ് ക്യൂബ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇന്നൊരു റുബിക്സ് ക്യൂബ് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ? സാധനങ്ങളുടെ വില കൂടുകയാണ്, നമ്മളുടെ പൈസയുടെ പർച്ചേസിങ് പവർ കുറയാണ്. ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അറൗണ്ട് 6% ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് നിങ്ങൾ ഇന്ന് 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം ഓൺ ആൻ ആവറേജ് അടുത്ത വർഷമാവുന്ന സമയത്ത് 106 രൂപയാവും.